Exercise 2.2 last question. 0.25 into 4f minus 3 is equal to 0.05 into 10f minus 9. നമുക്ക് ആദ്യം തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 0.25 into 4f minus 0.25 into 3. 0.05 into 10 minus 0.05 into 9. 0.25 into 4 വരുമ്പോൾ 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം 100 ആണ് കിട്ടുക. 100 നമുക്ക് 1 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 1 2 1 കിട്ടും. ഓക്കെ, 0.25 into 4f ചെയ്യുമ്പോൾ നമുക്ക് 1f. നെക്സ്റ്റ് മൈനസ് 0.25 into 3 ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ആണ് കിട്ടുക. 0.25 into 3 ചെയ്യുമ്പോൾ നമുക്കറിയാം 0.75. ഇവിടെ -3 ആയാണ് -75. 0.75. ഓക്കെ, 5 into 10 50. 2 ഡിജിറ്റ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതാണ് 0.50 എഫ്. എന്നിട്ട് ഇപ്പോൾ തെറ്റരുത്, 0.8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 5 into 10 ചെയ്യാം. ഓക്കെ, 5ന് മുന്നുള്ള ഡിജിറ്റ് 0 നമ്മൾ നോക്കില്ലല്ലോ. അപ്പോൾ 5 into 10 ചെയ്യുക. 50 പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ 1 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. മൈനസ് 0.5 into 9 45. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉള്ളതിന് 1 2. ഓക്കെ, ഇനി നമുക്ക് 0.75നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. 1f is equal to 0.50f minus 0.45 plus 0.75. ഓക്കെ, ഇനി 0.50നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. 1f minus 0.50f is equal to minus 0.45 plus 0.75. 1ൽ നിന്ന് 0.50 സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? കൺഫ്യൂഷൻ വരരുത്. 1 നമുക്കിവിടെ പോയിന്റ് ഉണ്ട്, ഇതിൽ പോയിന്റ് ഇല്ല. അപ്പോൾ 1 0 0 മൈനസ് 0.50 0 1 ബോറോ ചെയ്യുക. 10 10ൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 0. 0.50f 0.50f. പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ 0 ഇട്ടാൽ അതിന് വാല്യൂ ഇല്ല. 0.5 എന്ന് മാത്രം എഴുതിയാലും മതി. ഇസ് ഈക്വൽ ടു ഇത് ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുക. 0.75ൽ നിന്ന് 0.45 സബ്ട്രാക്ട് ചെയ്യുക. 0 3 0.30. ഓക്കെ, f is equal to 0.30 by 0.50. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വരുന്ന 0ക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3/5 എന്ന് എഴുതാം. ഓക്കെ, 3/5 3/5 0.0 6 5s are 30 0. നമുക്ക് ആൻസർ എത്ര വരും? 0.6. 3/5 is equal to 0.6 0.6 വരും. ഓക്കെ, ഇത് 3/5 എന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 0.3/0.5. ഓക്കെ, ഇതിനെ നമുക്ക് 10/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 0.3 into 10 30. 1 ഡിജിറ്റ് മാറുമ്പോൾ 3/5 വരും. ഓക്കെ, 3/5 നമുക്ക് ചെയ്യുമ്പോൾ 0.6 വരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, എല്ലാവരും സ്റ്റെപ്പുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.